ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ ഉലകത്തെ മുഴുവനും ഉളവാക്കിയ ഉന്നതനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയ സഖാവ് തങ്കച്ചായനെ കുറിച്ച് ഒരുപാട് ഓർമ്മകൾ പ്രിയപ്പെട്ടവരിലൂടെ കേൾക്കുവാൻ സാധിച്ചു. മരണമെന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വേദനാജനകമായ ഒന്നാണ്. എന്നാൽ ഈ മരണത്തെ അഭിമുഖീകരിക്കാതെ നമുക്കാർക്കും ഇവിടെ ചിരഞ്ജീവികളായി ജീവിക്കുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഞാൻ ഈ സമയം ഓർക്കുകയാണ്, നീതിസാരത്തിൽ മനോഹരമായൊരു സൂക്തം ഇങ്ങനെ പറയുന്നുണ്ട്: കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രന് സമനായി വാണിയിടുകിലും ഒന്നുരിയാടുവതിനിട കിട്ടാതെ വന്നാൽ യമപടൻ നാരായണ ജയ എന്നാണ്. അർത്ഥം ഇങ്ങനെയാണ്: സമ്പത്ത് കൊണ്ട് എത്ര ശ്രേഷ്ഠതയിലെത്തിയാലും, സ്ഥാനമാനങ്ങൾ എത്രയുണ്ടെങ്കിലും, തന്നെ സ്നേഹിക്കുവാനായി ധാരാളം ആളുകളുണ്ടെങ്കിലും, മരണം നമ്മെ മാടി വിളിക്കുമ്പോൾ, മരണം മഞ്ചലുമായി നമ്മുടെ അരികിൽ വരുമ്പോൾ നോ പറയുവാനായിട്ട് നമുക്കാർക്കും സാധിക്കുകയില്ല. പ്രിയ സഖാവ് കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു. തൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന പ്രിയ അമ്മച്ചിയെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സർവ ആശ്വാസത്തിൻ്റെയും ഉറവിടമായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണത്തിന് വിധേയരാകേണ്ടവരാണ്. നമുക്കറിയാം, മഹാനായ ചക്രവർത്തിയാണ് അലക്സാണ്ടർ. അദ്ദേഹത്തെ ചരിത്രം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉലകത്തെ ഉരുക്ക് പല്ലുകൾ കൊണ്ട് ചവച്ചരച്ച ഉലകമഹാനെന്നാണ്. എന്നാൽ തന്റെ 30-ാമത്തെ വയസ്സിൽ കേവലം ഒരു കൊതുകിന്റെ കടി കൊണ്ട് പനി ബാധിച്ച് ലോകത്തിൽ നിന്നും താൻ മാറ്റപ്പെട്ടു പോയി. തന്റെ ജീവിത സാഹചര്യത്തിൽ ലോകത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളെയും തന്റെ വാളാൽ വെട്ടിപ്പിടിച്ച മനുഷ്യനായിരുന്നു. ഒടുവിൽ ആർത്തിരുമ്പെന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ തീരത്തിരുന്നുകൊണ്ട് ഒരു സായാഹ്നത്തിൽ സമുദ്രത്തെ പോലും വെല്ലുവിളിച്ചു: ഹേ സമുദ്രമേ, നീയും ഒരു സാമ്രാജ്യമായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ എൻ്റെ വാളാൽ വെട്ടിപ്പിടിക്കുമായിരുന്നു. പക്ഷേ താനും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതായി വന്നു. അപ്പോൾ മനുഷ്യന്റെ എല്ലാം ജീവിതത്തിൽ മരണം സംഭവിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ ഓർക്കുക, ലോകത്തിൽ മനുഷ്യനുണ്ടാക്കുന്ന പല ഉപകരണങ്ങൾക്കും, മൊട്ടുസൂചി മുതൽ കമ്പ്യൂട്ടർ വരെ, മനുഷ്യൻ അതിന് ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. 1 വർഷം, 2 വർഷം, 10 വർഷമൊക്കെ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന മനുഷ്യന് മാത്രം യാതൊരു ഗ്യാരണ്ടിയുമില്ല. എപ്പോൾ മരണം സംഭവിക്കുമെന്നത് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ജനനം എന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണം എന്ന 3 അക്ഷരത്തോടു കൂടി അവസാനിക്കുന്ന ഒന്നല്ല മനുഷ്യന്റെ ജീവിതം എന്ന 3 അക്ഷരം. അതിനപ്പുറമായി വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു: നിത്യത എന്ന ഒരു 3 അക്ഷരമുണ്ട്. ഈ നിത്യതയിൽ സ്വർഗം എന്ന ഒരു 3 അക്ഷരവും നരകം എന്ന ഒരു 3 അക്ഷരവുമുണ്ട്. എന്നാൽ സ്വർഗം അണയുവാനുള്ള മാർഗം എന്ത് എന്നും സർവശക്തനായ ദൈവം തന്നെ മാനവരാശിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാനവരാശിക്കായി അത് ഒരുക്കിയിട്ടുമുണ്ട്. ആ സന്ദേശം അല്പസമയം എൻ്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-28 വചനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ലോകത്തിൽ മനുഷ്യനുണ്ടാക്കുന്നതിനൊക്കെ ഗ്യാരണ്ടി ഉള്ളപ്പോൾ തന്നെ മനുഷ്യന് ഗ്യാരണ്ടി ഇല്ല എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. എന്നാൽ ഗ്യാരണ്ടിയുള്ള ഉറപ്പായ 4 വസ്തുതകളെയാണ് ഈ 2 തിരുവെഴുത്തുകളിലൂടെ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നത് മരണമാണ്. മരണം ജീവിതത്തിൽ സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ മതിയാകുകയുള്ളൂ. എന്നാൽ ഈ മരണത്തെ തടഞ്ഞു നിർത്തുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. അവൾ മരണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തിരുവെഴുത്തുകൾ, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: ആദ്യ മനുഷ്യനായ ആദാമിന്റെ പാപത്തിന്റെ അനന്തരഫലമായി, ദൈവത്തോട് കാണിച്ച അനുസരണക്കേടിന്റെ അനന്തരഫലമായി മാനവരാശി ഒന്നടങ്കം പാപത്തിൽ അധപ്പതിച്ചു പോകുവാൻ ഇടയായി തീർന്നു.
ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപികളായിട്ടാണ് ജനിക്കുന്നത്. ഈ പാപം എന്ന വിഷയം എല്ലാ മതഗ്രന്ഥങ്ങളും അടിവരയിട്ട് പ്രസ്താവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കാലങ്ങളായി നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞു വരുന്നൊരു പഴഞ്ചൊല്ലും, പാപി ചെല്ലുന്നിടം പാതാളമാണ്. പാപിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് പാതാളത്തിന്റെ നീറുന്ന വേദനയിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ടവരാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും. എന്നാൽ പാതാള വേദനയിൽ നിന്നും കൈപിടിച്ചുയർത്തുവാൻ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? ലോക ചരിത്രത്തിൽ നാം നേരത്തെ ചിന്തിച്ചതുപോലെ നിരവധി സാംസ്കാരിക നേതാക്കന്മാർ, മതഗുരുക്കന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചവർ, രാജാക്കന്മാർ, അങ്ങനെ നിരവധി ആളുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജനിച്ചു ജീവിച്ചു. അവരുടെ ആദർശങ്ങളെ വരും തലമുറകൾക്ക് മുമ്പിൽ പകർന്നുകൊടുത്ത് കാലചക്രത്തിൽ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ അവരെല്ലാം കടപുഴകി വീണപ്പോഴും മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപം എന്ന വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതെ കൊണ്ട് അവർ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടുപോയി. എന്നാൽ ലോകത്തിലെ മനുഷ്യന്റെ പാപമാണ് മരണത്തിന് കാരണമായി തീർന്നത് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വീണ്ടും പറയുകയാണ്, 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അങ്ങനെ ഒരുവന്റെ അനുസരണക്കേടിനാൽ സകല മനുഷ്യരും പാപികളായി തീർന്നു. പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയാണ് എന്ന് പുരാണങ്ങൾ വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. മതഗ്രന്ഥങ്ങൾ ഓരോന്ന് വായിച്ചാലും അവിടെ കാണാൻ കഴിയുന്നു. ഇപ്രകാരം ഒരു സൂക്തമുണ്ട്, പാപോഹാം പാപകർമ്മോഹാം പാപാത്മാ പാപസംഭവ ത്രാഹിമ പുണ്ടരി കാംക്ഷ സർവേ യേശുരോ ഹരി. അർത്ഥം ഇങ്ങനെയാണ്, ദൈവമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ ആത്മാവും പാപമങ്കുലമാണ്, ഇവിടുത്തെ കാഴ്ചകളും കേൾവികളും എല്ലാം പാപം നിറഞ്ഞതാണ്. ആകയാൽ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്നും പാപമില്ലാത്ത ഒരു ലോകത്തിലേക്ക് എന്നെ നയിച്ചാലും എന്നതാണ് ആ പ്രാർത്ഥനാ വാചകത്തിന്റെ അർത്ഥം. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇബ്ലീസിനാൽ പരീക്ഷിക്കപ്പെടാത്ത ഒരു നരനും ഈ ദുനിയാവിലില്ല, അപ്പോൾ എല്ലാ മനുഷ്യരും പാപികളാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാ മനുഷ്യരും ഒരുപോലെ വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു, മനുഷ്യരൊക്കെ പാപികളായി തീർന്നു. അപ്പോൾ മനുഷ്യന്റെ പാപമാണ് മരണത്തിന് കാരണമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി അടിവരയിട്ട് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഞാൻ വായിച്ച വചനത്തിൽ എബ്രായ ലേഖനം 9-ന്റെ 27-ാമത്തെ വാക്യം അതിന്റെ പ്രാരംഭത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. രണ്ടാമത്തെ ഉറപ്പായ വസ്തുത എന്നത് ഒന്ന് മരണമാണ് എങ്കിൽ രണ്ടാമത്തെ ഉറപ്പായ വസ്തുത എന്നത് ഒരു ന്യായവിധിയുണ്ട്. ഈ അഖിലാണ്ടത്തെ മുഴുവനും ഉളവാക്കിയ സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് വേണ്ടതെല്ലാം നൽകി. എല്ലാം ദൈവം ദാനമായി നൽകുകയാണ്. അവന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ വായു, വെളിച്ചം, ജലം എല്ലാം ദൈവം ദാനമായി നൽകിയിട്ട് പാപത്തിൽ അധപ്പതിച്ചു പോയ മനുഷ്യനെ രക്ഷിക്കുവാനായി ഒരു രക്ഷയും ദൈവം ദാനമായി ഒരുക്കുകയാണ് ചെയ്തത്. അത് മറ്റൊന്നുമല്ല, അഖിലാണ്ടത്തെ മുഴുവൻ ഉളവാക്കിയ ദൈവം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറിമുറിച്ചുകൊണ്ട് ഭൂമിയുടെ മധ്യബിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന യെരൂശലേമിലെ ബേത്ലഹേമിൽ ജനിച്ച് 33 തിരുവയസ്സ് വരെ ജീവിച്ച് മനുഷ്യ മസ്തിഷ്കങ്ങൾ കൊണ്ട് നിരൂപിക്കുവാൻ കഴിയുന്നതിനപ്പുറമായി നിസ്സഹമായ പീഡകളും വേദനയും സഹിച്ച് പാപികളായ മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനായി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന സർവശക്തനായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷയാണ് പ്രിയമുള്ളവരെ ഈ ന്യായവിധിയിൽ നിന്നും ഒഴിവായി നിൽക്കുവാൻ ഏക മാർഗം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ, ക്ഷണികമായ ജീവിതത്തിൽ കുമാരൻ ആശാന്റെ ഭാവനയിൽ പറഞ്ഞാൽ വീണ പൂവിന് തുല്യമാണ് മനുഷ്യന്റെ ജീവിതം. നേരം പുലർന്നു, ആ പൂവ് വിരിഞ്ഞു, അതികഠിനമേറിയ സൂര്യന്റെ ചൂടിനെ തടുത്തു നിൽക്കുവാൻ കഴിയാതെ കൊണ്ട് സായാഹ്നമാകുമ്പോഴേക്കും അത് വാടി കൊഴിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഓർക്കുക, യൗവനത്തിലാകാം, വാർദ്ധക്യത്തിലാകാം, മധ്യപ്രായത്തിലാകാം, എപ്പോഴാണെങ്കിലും മരണം സംഭവിച്ചേ മതിയാകുകയുള്ളൂ. ഓർക്കുക, മരണത്തിനപ്പുറം ഒരു ന്യായവിധി ഉണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് പ്രസ്താവിച്ചിരിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഒരു മരണമുണ്ട്, മരിക്കുവാൻ ഞാൻ ഒരുക്കമാണോ? മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ മരിച്ചവരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കേണ്ട ഒരു നാൾ വരുമെന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. ഇതൊക്കെ കണ്ടവരുണ്ടോ, കേട്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കാലങ്ങളായി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എത്രയോ വലുതാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് നാം ചിന്തിച്ചതുപോലെയല്ല ഇന്ന് ചിന്തിക്കുന്നത്. മാറ്റങ്ങളിൽ നിന്നും മാറ്റങ്ങളിലേക്ക് മനുഷ്യന്റെ ജീവിതം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയുവാൻ കഴിയത്തില്ല. അത്രമാത്രം ഉയർച്ചയിലേക്ക് മനുഷ്യൻ എത്തിയിരിക്കുമ്പോൾ അവന്റെ ശിരസിൽ ബുദ്ധി നൽകിയ,
അവൻ ആവശ്യമായ വിവേകം നൽകിയ, പരിജ്ഞാനം നൽകിയ സർവശക്തനായ ദൈവത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പറയുന്നു, ഒരു ന്യായവിധി ഉണ്ട് എന്ന്. അങ്ങനെയെങ്കിൽ ആ ന്യായവിധി നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നീതിയോട് ന്യായം ലഭിക്കുവാൻ എന്റെ ജീവിതത്തിൽ കഴിയുമോ എന്നത് ഒരു നിമിഷം ചിന്തിക്കുക. മൂന്നാമത്തെ ഭാഗം എന്നത് അതിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുയേശു പാപികളുടെ പാപത്തിന് പരിഹാരം വരുത്തി. യേശു എങ്ങനെയാണ് പാപപരിഹാരം വരുത്തിയത്? കാലങ്ങളായി എല്ലാ മതഗ്രന്ഥങ്ങളും മതഗുരുക്കന്മാരും മനുഷ്യൻ പാപിയാണ് എന്ന് പറഞ്ഞപ്പോൾ, അതിന് പരിഹാരം വരുത്താൻ കഴിയാതെ പോയപ്പോൾ, മനുഷ്യൻ അന്ധതയിലാണ് എന്ന് പറഞ്ഞപ്പോൾ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ, അസദ്ധോമ സദ്ഗമയ, ഞങ്ങൾ അന്ധകാരത്തിലാണ്, ഒരു വെളിച്ചത്തിലേക്ക് നയിച്ചാലും, മരണമുള്ള ലോകത്തിൽ നിന്നും മരണമില്ലാത്തൊരു ലോകത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലും, ഇവിടെ അന്ധത നിറഞ്ഞൊരു ലോകമാണ്, ഒരു വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലും, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചാലും എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയുടെ മധ്യേ വന്ന് നിന്നുകൊണ്ട് യേശു പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയുണ്ട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു നയീനയിലെ വിധവയുടെ മകനെ ശവപ്പെട്ടിയിൽ നിന്നും വിളിച്ചുണർത്തി തന്റെ മാതാവിന്റെ കണ്ണുനീരൊപ്പി ആശ്വസിപ്പിച്ചവനാണ് ഞങ്ങളുടെ പ്രമേയമായ കർത്താവായ യേശു ക്രിസ്തു. മാത്രമല്ല, മരിച്ചു 4 നാളായ ലാസറിന്റെ ശവകുടീരത്തിങ്കിൽ ആഗതനായി ലാസറെ പുറത്തു വരിക എന്ന മഹനീയ ശബ്ദത്താൽ മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നവനാണ് വലിയവനായ കർത്താവായ യേശു ക്രിസ്തു. ഇത് ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ വ്യക്തമായി ഇന്നും ലഭ്യമായ രേഖകളാണ്. വിശുദ്ധ ബൈബിൾ എന്നത് ചരിത്ര പുസ്തകം കൂടിയാണ്. ദൈവത്തിന് മനുഷ്യനോട് പറയുവാനുള്ളതാണ് ബൈബിളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിനായി ചെയ്തത്, നമ്മുടെ പാപമേറ്റെടുത്ത് നമുക്കായി മരിച്ചു. ഞാനും നിങ്ങളും അരുതാത്ത വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ യേശുവിന്റെ പാദങ്ങളിൽ കാര്യരുപാണികൾ തറയ്ക്കപ്പെട്ടു. നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്ത പാപമോചനത്തിനായി യേശുവിന്റെ കൈകളിൽ ആണികളടിക്കപ്പെട്ടു. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് നിരൂപിച്ച പാപമോചനത്തിനായി യേശുവിന്റെ ശിരസിൽ മുൾക്കിരീടം ചൂടുവാനിടയായി. പ്രിയമുള്ളവരെ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവയവം പ്രതി അവയവമായി മനുഷ്യവർഗത്തെ ഇത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമ്മൾ അനുഭവിക്കേണ്ട സകല ശിക്ഷകളും ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ യേശു മരിക്കുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പായി 5 കോടതികളിൽ മാറി മാറി 6 പ്രാവശ്യം വിസ്തരിച്ചു. അന്നത്തെ റോമാ സാമ്രാജ്യം നിലനിന്ന കാലഘട്ടത്തിൽ കോടതിക്ക് ഒരു ആപ്തവാക്യം ഉണ്ടായിരുന്നു, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും സാരമില്ല, പക്ഷേ ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെടുവാനായിട്ട് പാടില്ല. എന്നാൽ കോടതികൾ ഇങ്ങനെയാണ് യേശുവിനെ നോക്കി വിധി എഴുതുക, ഇവൻ സാക്ഷാൽ നീതിമാൻ, ഇവൻ സാക്ഷാൽ നീതിമാൻ എന്ന് കോടതി വിധി എഴുതി. ഒടുവിൽ റോമാ സാമ്രാജ്യത്തിന്റെ തലവനായ പീലാത്തോസിന്റെ മുൻപിൽ യേശുവിനെ നിർത്തിയപ്പോൾ ഈ പീലാത്തോസ് യേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഇവൻ സാക്ഷാൽ നീതിമാനാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകി ഒഴിയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു ക്രൂശിക്കപ്പെട്ടത് മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ്, പാപപരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെടുവാനിടയായത്. യേശു നമുക്കായി ഒരു രക്ഷയൊരുക്കി. എന്നാൽ അത് എന്റെ ജീവിതത്തിൽ സാധ്യമായോ? ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, അങ്ങയുടെ മകനാക്കി മകളാക്കി എന്നെ തീർക്കണമേ എന്ന പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ മക്കളാകുവാൻ കഴിയും. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഇത് ദൈവിക അധികാരമാണ്. പാപികളായ സകല മനുഷ്യർക്കും ദൈവത്തിന്റെ മക്കളാകുവാനുള്ള ഒരു സാവകാശമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. മരണം ഉറപ്പാണ്, ഒരു ന്യായവിധിയും ഉറപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഉറപ്പായ ഒരു വസ്തുതയുണ്ട്, യേശു ലോകത്തിന്റെ പാപമോചനത്തിനായി തകർക്കപ്പെടുവാനിടയായി, ക്രൂശിക്കപ്പെടുവാനിടയായി. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പ്രാരംഭത്തിൽ വായിച്ച ആ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, യേശു വീണ്ടും വരുവാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാൻ പോവുകയാണ്. വിശുദ്ധ തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ, ബൈബിൾ പരിശോധിച്ചാൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെയുള്ള സംഭവ വികാസങ്ങളാണ് ഇന്ന് അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ നാം കാണുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രതിഭാസങ്ങൾ, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, അതുപോലെ തന്നെ യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും നാം കേട്ടിട്ടില്ലാത്തതൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കാലയളവിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ എത്രയോ യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുവാൻ പോവുകയാണ്. പ്രിയമുള്ള
പ്രിയമുള്ളവരെ, ലോകത്തിൽ നമുക്കൊന്നും ഉറപ്പായി പറയാനില്ല എങ്കിൽ മരണം ഉറപ്പാണ്, ന്യായവിധി ഉറപ്പാണ്, യേശു നമുക്കായി തകർക്കപ്പെട്ടു എന്നതും ഉറപ്പാണ്. ഒരു ഉറപ്പ് കൂടിയുണ്ട്, യേശു വീണ്ടും വരാൻ പോവുകയാണ്. എന്തിനെന്നറിയാമോ? തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വേണ്ടി. ഇങ്ങനെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിൽ മരിച്ചവർ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ക്രിസ്തുവിൽ ജനിച്ചവരാണ് ക്രിസ്തുവിനോട് കൂടെ ചേർക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ ജനിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയൂ, ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയൂ. ക്രിസ്തുവിൽ മരിച്ചാൽ ഉറപ്പാണ് ക്രിസ്തുവിൽ ജീവിക്കുവാനായിട്ട് കഴിയും. അത് ബൈബിൾ നൽകുന്ന സത്യമാണ്, ബൈബിൾ വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ആകയാൽ പ്രിയമുള്ളവരെ, 4 ഉറപ്പായ വസ്തുതകളുണ്ട്. മരണം നിശ്ചയം. നാം മരണത്തിനായി ഒരുങ്ങിയിട്ടുണ്ടോ? ന്യായവിധി നിശ്ചയമാണ്. ആ ന്യായവിധി നാളിൽ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? യേശു ക്രൂശിക്കപ്പെട്ടു പാപികളായ മനുഷ്യന്റെ പാപമോചനത്തിനായി. എന്നാൽ ആ പാപമോചനം എന്റെ ജീവിതത്തിൽ സാധ്യമായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ 4ാമത്തെ ഉറപ്പ്, യേശു വീണ്ടും വരുന്നു തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ. ആ യേശുവിനോട് കൂടെ ഞാൻ ചേർക്കപ്പെടുമോ എന്നത് ഒരു നിമിഷം ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗമണയുവാൻ മറ്റൊരു മാർഗവും ഇല്ല എന്ന് ലോകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും ഒരുപോലെ പറയുമ്പോൾ, എല്ലാ മതഗ്രന്ഥങ്ങളും ഒരുപോലെ പറയുമ്പോൾ, സ്വർഗമണയുവാൻ ഒരു മാർഗമുണ്ട് എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. യേശു പറഞ്ഞിരിക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ വന്നവനാണ്, അവിടേക്ക് തന്നെ മടങ്ങിപ്പോയവനാണ്, വീണ്ടും വരുന്നവനാണ് നമ്മെ ചേർക്കുവാൻ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഈ വരുത്താമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. ദൈവം സഹായിക്കട്ടെ. ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേക വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന പ്രിയ അമ്മച്ചിയെയും മക്കളെയും ഡെന്നിച്ചാനെയും ചേച്ചിയെയും എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. സർവ്വ ആശ്വാസത്തിന്റെയും ഉറവിടമായ യേശു നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ശുശ്രൂഷയിൽ നിന്നും ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.